പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. യാത്രാ സുരക്ഷ എന്ന കഥ കേൾക്കൂ. റോഡ് നിയമങ്ങൾ പാലിക്കുക, അനാവശ്യ മത്സരം ഒഴിവാക്കുക, ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യരുത്, ഫുട്പാത്ത് കാൽനടക്കാർക്കുള്ളതാണ്, അതിലൂടെ വാഹനം ഓടിക്കരുത്. ട്രാഫിക് ഉദ്യോഗസ്ഥൻ ബൊമ്മൻ കരടി കാനന ഹൈവേയുടെ ഇരുവശങ്ങളിലും ഇത്തരം നിർദ്ദേശങ്ങൾ വലുതാക്കി എഴുതി വച്ചിട്ടുണ്ട്. എന്തൊക്കെ എഴുതി വച്ചാലും ചില മൃഗക്കുട്ടികൾ തോന്നിയ പോലെ വാഹനം ഓടിക്കും. കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വളരെയേറെ കൃത്യതയുള്ള ആളായിരുന്നു ഇദ്ദേഹം. ഒരു ദിവസം പതിവ് പോലെ ബൊമ്മൻ സിഗ്നൽ നോക്കി വാഹനങ്ങൾ ശരിയായി കടത്തിവിടുകയായിരുന്നു. പെട്ടെന്ന് ഡിങ്കു കഴുത നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു വണ്ടിയുമായി പാഞ്ഞെത്തി. സിഗ്നൽ ചുവപ്പായാലും അവൻ വണ്ടി ഓടിക്കും. ബൊമ്മൻ ബലമായി കഴുതക്കുട്ടനെ പിടിച്ചു നിർത്തി. ആ സമയത്ത് ചിപ്പുകുരങ്ങൻ ഇടതുവശത്തു കൂടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബൊമ്മൻ അവനെയും പിടിച്ചു നിർത്തി. അപ്പോഴാണ് ഡോറ് കുറുക്കൻ കാൽനടക്കാർ നടക്കുന്ന വഴിയിലൂടെ ചീറി പറന്നുപോയത്. ബൊമ്മൻ അവനെ പിടിക്കാൻ പോകണോ എന്ന് സംശയിച്ചപ്പോഴേക്കും തുരുതുരാ വാഹനങ്ങൾ പാഞ്ഞു വന്നു. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച മുയൽക്കുട്ടികളും മാൻകുട്ടികളും ഭയന്ന് അനങ്ങാതെ നിന്നു. ബൊമ്മൻ കരടി വിഷമിച്ചു. ഇങ്ങനെ പോയാൽ അപകടം സംഭവിക്കും. സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഗജ്ജു ആന അവിടെ എത്തി. ബൊമ്മനെ സഹായിക്കാനായി ആന മുന്നോട്ട് വന്നു. നമുക്കെല്ലാവരെയും പഠിപ്പിക്കാം എന്ന് ഗജ്ജു പറഞ്ഞു. അടുത്ത ദിവസം കാട്ടിലെ മൈതാനത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഗജ്ജു പറഞ്ഞു, പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നവരെ ശ്രദ്ധിക്കൂ. പച്ച ലൈറ്റ് വന്നാൽ മാത്രം പോകണം, ചുവപ്പ് ലൈറ്റ് വന്നാൽ നിൽക്കണം. മഞ്ഞ ലൈറ്റ് കണ്ടാൽ കൂടുതൽ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാൻ. ബൊമ്മൻ ആവേശത്തോടെ കൂടെ കൂടി. കാൽനടക്കാർക്കുള്ള വഴിയിലൂടെ ഒരിക്കലും വാഹനം ഓടിക്കരുത്. ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യരുത്. ചിത്രങ്ങൾ സഹിതം ബൊമ്മൻ കരടി എല്ലാം കാണിച്ചു കൊടുത്തു. ഡിങ്കുക്കഴുത തല കുനിച്ചു പറഞ്ഞു, എൻ്റെ തെറ്റ് മനസ്സിലായി, ഇനി ഞാൻ നിയമം പാലിക്കും. ചിപ്പുക്കുരങ്ങനും പറഞ്ഞു, ഞാനും ശ്രദ്ധിക്കും. ഡോറ് കുറുക്കനെ മാത്രം ശിക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത ഒരാഴ്ചക്കാലം പൊതുവഴിയിൽ ഗതാഗത നിയന്ത്രണത്തിൻ്റെ സഹായിയായി നിൽക്കണം. ഡോറു അനുസരണയോടെ സമ്മതിച്ചു. അതിനുശേഷം എല്ലാവരും നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്തു. റോഡിൽ അപകടങ്ങൾ ഇല്ലാതായി. കാട്ടിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു. ഡോറു താൻ പഠിച്ച പാഠം വലുതായി എല്ലായിടത്തും എഴുതി വച്ചു. ഗതാഗത നിയമങ്ങൾ പാലിച്ചാൽ എല്ലാവർക്കും യാത്രാ സുരക്ഷ ലഭിക്കും.